ഒരു വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എക്കാലവും കൂടെ ഉണ്ടാകണം എന്ന തോന്നലിന് പുറത്താണ് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ചില ലക്ഷണങ്ങൾ. അതായത് ഒരു ക്രഷ് ആണോ, ജെനുവിൻ കണക്ഷൻ ആണോ, ഇത് തിരിച്ചറിയാതെ പോകുന്നതാണ് പല പ്രണയബന്ധങ്ങളും തകരാൻ കാരണം. നമ്പർ 1 എന്ന് പറയുന്നത് ആ വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഒരു കംപ്ലീഷൻ ഉള്ളൂ എന്ന തോന്നൽ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ്. അതായത് ആ വ്യക്തിയെ കൂടി കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്ന് നമുക്ക് എവിടെയൊക്കെയോ തോന്നുന്നുണ്ട്. നമ്പർ 2 എന്ന് പറയുന്നത് ആ വ്യക്തിയെ നമ്മൾ ഡെയിലി ചെക്ക് ഇൻ ചെയ്തുകൊണ്ടേയിരിക്കും. അവരെന്തിലൂടെയാണ് ഗോ ത്രൂ ചെയ്യുന്നത്, അവരുടെ ഇമോഷൻസ് എന്താ, ഫീലിങ്സ് എന്താ, ഇതൊക്കെ അറിയാൻ ഒരു ജെനുവിൻ ഇൻട്രസ്റ്റും ടെൻഡൻസിയും ഒക്കെ തനിയെ തന്നെ വരും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവരെ നമ്മൾ പോലും അറിയാതെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. നാലാമത്തേത് ഞാൻ എന്റേത് എന്നൊക്കെ പറഞ്ഞും വിചാരിച്ചും വരുന്ന നമ്മൾ ആ വ്യക്തിയെ കണ്ടു കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മുടേത് ആ വ്യക്തിയോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരോട് പറയുന്നില്ലെങ്കിൽ പോലും ഫ്യൂച്ചർ പ്ലാൻസിലൊക്കെ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവർക്കത് ഓക്കെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതൊരു ജെനുവിൻ കണക്ഷനായി മാറുന്നത്. അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒരു ക്രഷ് തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രണയബന്ധങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് മാറുന്നത്. അല്ലാത്തതൊക്കെയാണ് ഇടയിൽ എവിടെയോ പരാജയപ്പെട്ടു പോകുന്നത് കേട്ടോ. You deserve a positive life.